ആഭാസഃ ഏവച്ച. സൂത്രം 50. ആഭാസഃ ഏവച്ച, ഈ ജീവൻ പ്രതിബിംബമാകുന്നു. അപ്പോൾ ഈ ആഭാസ ചൈതന്യം എന്ന് പറയും. ചിദാഭാസൻ, ആഭാസൻ എന്ന് പറഞ്ഞാൽ ചിദാഭാസൻ, ചിത്തും ചിദാഭാസൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചിദാഭാസനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഈ രണ്ട് വാദങ്ങളുണ്ടല്ലോ, ഒന്ന് ഈ അവച്ഛേദവാദം, പിന്നെ പ്രതിബിംബവാദം. ഈ പ്രതിബിംബവാദത്തിനെ വെച്ചുകൊണ്ടാണ് ഈ ആഭാസ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരാഭിമാനിയായിട്ടുള്ള ജീവൻ പരമാത്മാവിൻ്റെ പ്രതിബിംബമാകുന്നു. അതാണ് ആഭാസഃ ഏവച എന്ന് പറയുന്നത്. ശരീരാദി ഉപാധികളിൽ അഭിമാനിക്കുന്ന ജീവൻ സാക്ഷാത്തായ ആത്മാവല്ല, എന്നാൽ പരമാത്മാവിൽ നിന്ന് അന്യമായ വസ്തു അല്ലതാനും. സർവാത്മാവായും ഏകനുമായിരിക്കുന്ന ആത്മാവാകുന്ന സൂര്യൻ അന്ധഃക്കരണമാകുന്ന ഉപാധിയിൽ പ്രതിഫലിച്ച പ്രതിബിംബമാകയാൽ ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പം അന്ധഃക്കരണത്തിൽ ചൈതന്യം പ്രതിബിംബിച്ചിരിക്കുന്നു. ആ പ്രതിബിംബിത ചൈതന്യത്തിനെയാണ് ആഭാസ ചൈതന്യം എന്ന് പറയുന്നത്. ഇതാണ് ജീവൻ എന്നുള്ളതാണ് വാദം ഇവിടെ. അപ്പോൾ ഇത് കാരണം പ്രതിബിംബം അവിദ്യ നിമിത്തമുണ്ടാകുന്നതാകയാൽ അതിനെ ആശ്രയിച്ചിരിക്കുന്ന അന്ധഃക്കരണ പ്രതിബിംബ ജീവന് സംസാരവും അവിദ്യ നിമിത്തം തന്നെ ഉണ്ടാകുന്നു. അവിദ്യയാൽ ജീവാത്മത്വം ലഭിക്കുന്നു, അവിദ്യയാൽ തന്നെ ഈ ജീവാത്മാവിന് സംസാരവും ഉണ്ടാകുന്നു എന്ന്. രണ്ടും അവിദ്യയാലാണെന്നാണ് സാരം. ഇപ്പോൾ ഇവിടെ സാഖ്യന്മാരുടെ പ്രധാനം ഇതിനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സാഖ്യന്മാർ പറയുന്നത് ജീവാത്മാ എന്ന് പറയുന്നത് ഒന്നല്ല, അനേകമുണ്ട്. ജീവാത്മാക്കളുടെ അനേകത്വം. അതോടൊപ്പം തന്നെ ഈ ആത്മാ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാ എന്ന് പറയുന്ന ആത്മാവാണ്. അപ്പോൾ ആത്മാവിന് എങ്ങനെയാണ് സംസാരം ഉണ്ടാകുന്നത്, ആത്മാവിന് സംസാരം പോകാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതാണല്ലോ സാഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിന് സംസാരം ഉണ്ടാകാനുള്ള കാരണം നമ്മൾ നേരത്തെ തന്നെ കാണുകയുണ്ടായി. അത് ഈ പ്രകൃതിയുമായിട്ടുള്ള സംബന്ധം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ശരിക്കുള്ള പ്രകൃതി എന്ന് പറയുന്ന സംബന്ധം, ഏത് തലത്തിലാണ് ഈ ആത്മാവിന് സംസാരം ഉണ്ടാക്കുന്നതായ സംബന്ധം വന്നതിനെക്കുറിച്ച് സാഖ്യന്മാർ ഇങ്ങനെയാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമാണ്: ആത്മാവും മനസ്സും തമ്മിലുള്ള സംയോഗം നിമിത്തം ആത്മാവിന് 9 ഗുണവിശേഷങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആത്മാവിനുണ്ടാകുന്ന ഈ 9 ഗുണവിശേഷങ്ങളാണ് സംസാര ഹേതുവായിട്ട് നിൽക്കുന്നത്. ഈ 9 ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, നമുക്കറിയാവുന്നതാണ്. സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷം. ഇച്ഛാദ്വേഷം എന്ന് പറഞ്ഞാൽ, ഇച്ഛ എന്ന് പറഞ്ഞാൽ രാഗം. അപ്പം സുഖം, ദുഃഖം, രാഗം, ദ്വേഷം, ധർമ്മം, അധർമ്മം, പിന്നെ പ്രയത്നം, പിന്നെ ബുദ്ധി, പിന്നെ ഭാവന. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ഇത്രയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ആത്മാവ് മനസ്സുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആത്മാവിന് വന്നു ചേരുന്നതായ ഗുണങ്ങൾ 9 എണ്ണം. ആ 9 എണ്ണം കാരണം ഇവരുടെ ഉത്പത്തിയാണ് സംസാരമെന്നും വിനാശം മോക്ഷം എന്നുമാണ് സാഖ്യ സിദ്ധാന്തം കിടക്കുന്നത്. അപ്പം വിനാശം വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ 9 ഗുണങ്ങളെ സംസാരമുണ്ടാക്കുന്നതായ 9 ഗുണങ്ങൾ പോകണം. ധർമ്മം, അധർമ്മം, സുഖം, ദുഃഖം, രാഗം, ദേഷ്യം. രാഗത്തിന് ഇച്ഛ എന്നാണ് പറയുന്നത്. പിന്നെ ബുദ്ധി, പിന്നെ പ്രയത്നം, അത് കർമ്മമായി. ബുദ്ധിയും പിന്നെ കർമ്മവും പിന്നെ ഭാവനയുമായി. ഭാവന ഉണ്ടെങ്കിലല്ലേ കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രയത്നമായി. അപ്പോൾ അങ്ങനെയാണ് ബുദ്ധി, ഭാവന, കർമ്മം. അപ്പോൾ ഇത് ഇത്രയുമായിട്ടുള്ളത് പോകണം എന്ന്. ഇത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ പുരുഷനും വേറെയാണ്, ഈ പ്രകൃതി വേറെയാണെന്നുള്ള വിവേകം ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആത്മാക്കളും ഒരുപോലെയാണ്, ചൈതന്യ സ്വരൂപമുള്ളവരാകിയാൽ സാന്നിധ്യവിശേഷത്താൽ ഒരുവനുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നു എന്ന്. ഇതാണ് ഇവിടെ വരുന്ന പ്രശ്നം. അതായത് ഇവിടെ നമുക്കിപ്പോൾ അറിയാം, ഓരോ വ്യക്തിയുടെയും സുഖദുഃഖാനുഭവങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പം ഈ പ്രകൃതി ഏകമായിട്ടിരിക്കുമ്പോൾ ജീവാത്മാക്കളും ഈ പറയുന്നത് പോലെ ഒന്നുപോലെയാണെന്നുണ്ടെങ്കിൽ, ഈ സംസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംസർഗം ഉണ്ടായി കഴിയുമ്പോൾ 9 ഗുണങ്ങൾ
ഓരോ ജീവാത്മാവിനും ഉണ്ടാകുന്ന സമയത്ത് ഒരേപോലെ തന്നെ ഇരിക്കണം. അല്ലാതെ ഇതിനകത്ത് കയറിയിട്ട് ഈ ജീവാത്മാവിന് ഭേദകൽപ്പനയൊന്നുമില്ല, പ്രകൃതിയിലും ഭേദകൽപ്പനയൊന്നുമില്ല. അന്നേരം പിന്നെ ഈ 9 ഗുണങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഭേദകൽപ്പന ഉണ്ടാവേണ്ട കാര്യമില്ല. ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ 9 എണ്ണം ഉണ്ടല്ലോ, കർമ്മം, പ്രയത്നം എന്നൊക്കെ പ്രയത്നം, ഭാവന എന്ന് പറയുന്നതിനകത്തും മാറ്റം വരേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരാളുടെ സുഖദുഃഖങ്ങൾ മറ്റവനിലേക്കും കൂടെ സംക്രമിക്കും എന്ന്, അതായത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും എന്ന് സാരം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും എല്ലാ അനുഭവങ്ങളും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവ വിരുദ്ധം എന്ന് പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശരീരം കിട്ടിയിരിക്കുന്നു, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മനസ്സ് കിട്ടിയിരിക്കുന്നു, ഓരോരുത്തർക്കും ഓരോരുത്തരുള്ള ജീവിത സാഹചര്യങ്ങൾ, ഉണ്ടാകുന്ന അടുത്ത് വന്നു ചേരുന്നതായ ബന്ധങ്ങൾ, വിട്ടുപോകുന്നതായ ബന്ധങ്ങൾ, വന്നു ചേരുന്നതായ അനുഭവങ്ങൾ, അനുഭവങ്ങളിൽ നിന്നൂടെ ഉണ്ടാകുന്ന ഓരോരോ അന്ധക്കരണ രൂപമാറ്റങ്ങൾ. അന്ധക്കരണ രൂപമാറ്റങ്ങൾ എന്ന് പറയുന്നത് സുഖദുഃഖ ആദികൾ. അപ്പോൾ അതുകൊണ്ടാകുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ കോപമാണ് ഉണ്ടാകുന്നതെങ്കിൽ അന്ധക്കരണത്തിൽ കോപം ഉണ്ടായി. അപ്പം കോപം ഉണ്ടായി കഴിയുമ്പോൾ ഒരു അനുഭവം, അത്രയേ ഉള്ളൂ. കോപം എന്താണെന്നറിയാത്ത ഒരാൾക്ക് അത് കോപിപ്പിച്ചാൽ മതി, അത് അവർക്ക് അനുഭവം കിട്ടിക്കോളും. ഇങ്ങനെയാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ ഉണ്ടാകുന്നത്. അത് ഈ പറഞ്ഞ മാതിരി ഒരേ ജീവനും ഒരേ ആത്മാക്കളും ഒരേ പ്രകൃതിയുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ വ്യത്യസ്തത ഉണ്ടാകുക സാധ്യമല്ലല്ലോ. അതൊരു പ്രശ്നമായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ കണാദന്മാരും വൈശേഷികന്മാരും, ഇവരെ ഈ ഗൗതമ മഹർഷിയും പിന്നെ പിപ്ലാദ മഹർഷിയും, അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൂടെ അഭിപ്രായത്തിൽ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അദൃഷ്ടം നിമിത്തം ഒരുവന്റെ സുഖദുഃഖാദികൾ ഇതരന് ബാധിക്കത്തില്ല എന്ന് പറയാനും പറ്റത്തില്ല എന്ന് ഈ വൈശേഷികന്മാരും കൂടെ പറഞ്ഞു വെച്ചു, ന്യായവൈശേഷികങ്ങൾ. അതായത് ഇവിടെ ഇപ്പം ഈ അദൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലങ്ങളെല്ലാം കൂടി ഈശ്വരനിലിരിക്കുന്നു. അതാണ് നൈയായികന്മാർക്ക് ഈശ്വരനുണ്ടല്ലോ. അപ്പം കർമ്മഫലങ്ങളെല്ലാം കൂടി ഈശ്വരനിലിരിക്കുന്നു. അതാണ് ഈ അദൃഷ്ടം എന്ന് പറയുന്നത്. ഈ അദൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഓരോ യൂണിറ്റാണ്, അല്ലാതെ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞിട്ട് കിടക്കുകയല്ല. ഈ കൂടിക്കിടക്കുന്ന ചോറിനകത്ത് ഓരോ വറ്റും വേറെ വേറെ എന്ന് പറയുന്ന മാതിരി ചോറൊരു പാത്രം എന്ന് പറയുന്നത് അതിനകത്ത് ഓരോ വറ്റാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ കർമ്മഫലങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടിക്കിടക്കുകയാണ്. അതിനകത്ത് ഈ ഓരോ വറ്റം ഓരോരുത്തർക്ക് കിട്ടുമ്പോഴാണ് ഓരോ കർമ്മഫലം ഓരോരുത്തർക്ക് കിട്ടുന്നത്. ഇത് ഇന്ന ജീവന് ഇന്ന കർമ്മഫലം എന്നൊരു നിയമം പറയാൻ പറ്റത്തില്ല എന്നാണ് ന്യായവൈശേഷികന്മാരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അവർ പറയുന്നത് അദൃഷ്ട അനിയമാത് എന്ന്. അപ്പോൾ നമ്മൾ ഈ ഋഷിമാരോ എല്ലാ ഋഷിമാരും ഒരുപോലെ ഒരേ കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പറയരുത്. ഓരോ ഋഷിമാരും ഓരോ തരത്തിലെ സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്ന് അറിഞ്ഞ ശേഷം അത് നമുക്ക് ഇവിടെ വേദാന്തത്തിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയിട്ട് സ്വീകരിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ഈ അദൃഷ്ട നിയമാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ വൈദികമായിട്ടുള്ള ആ ഒരു എന്താണ് കർമ്മഫലം കർത്താവിനെ തന്നെ ബാധിക്കത്തുള്ളൂ, മറ്റൊരാളെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ളതാണ് ഈ ഒരു പ്രയോഗം. അതുകൊണ്ടാണ് അദൃഷ്ട അനിയമാത് പറയുന്നത്. ഇങ്ങനെയാണ്: കണാദന്മാരുടെ മതത്തിൽ കണാദന്മാരും വൈശേഷ്യന്മാരും ഉണ്ട് ഇതിനകത്ത്, ഇന്ന വിധമായ അദൃഷ്ടം ഇന്ന വിധത്തിലുള്ള ആത്മാവിൻ്റേത് എന്നറിവാനുള്ള നിയമത്തിന് മതിയായ ഹേതുവില്ല എന്ന്. അതായത് ആത്മാവെന്ന് പറയുന്നത് ജീവനാണല്ലോ, ആത്മാവിന് അദൃഷ്ടം വന്നു ചേരുന്നു എന്ന് പറയുക സാധ്യമല്ല, അവിടെ നിയമമില്ല എന്ന്. ഇതാണ് ഇവരുടെ പറച്ചിൽ. ഇനി ഈ ആത്മാ എന്ന് പറയുന്നത് ഈ വന്നു ചേരുന്ന അദൃഷ്ടത്തെ, അതായത് കർമ്മഫലത്തെ, പ്രകടമാവാത്ത കർമ്മഫലത്തെ എതിർക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതിന്മേലൊരു ജ്ഞാനം ഉണ്ടാവണം, ഇതെനിക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്, എന്നിട്ട് വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്ന്. നമ്മൾ കടയിൽ പോയിട്ട് പച്ചക്കറി എടുത്തിട്ട് നല്ലതാണോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം വാങ്ങുന്നത് പോലെ ഇതുവരെയും വരാത്തതായിട്ടുള്ള കർമ്മഫലത്തെ, അത് അദൃഷ്ടരൂപത്തിൽ കിടക്കുന്നതിനെ അപ്രകാരം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന്.
അപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞിരിക്കുകയാണ്. അഭിസന്ധ്യാദിഷു അപി ചൈവം 52ാമത്തെ സൂത്രം. അഭിസന്ധ്യാദിഷു അപി സങ്കല്പാദികളിലും എന്ന് പൊതുവായ ഒരു നിയമം കൽപ്പിക്കാൻ മതിയായ ഹേതുവില്ലാത്തതിനാൽ ഇപ്രകാരം ഉള്ള ദോഷം നേരിടും എന്ന്. അർത്ഥം ഇതാണ്: എല്ലാ ജീവന്മാർക്കും പൊതുവായ ആത്മാവിനും മനസ്സിനും തമ്മിലുള്ള സംയോഗം നിമിത്തം എല്ലാ ആത്മാക്കളുടെയും സന്നിധിയിൽ സങ്കല്പിച്ച സുഖദുഃഖങ്ങളെ നിയമിപ്പിക്കാൻ ഹേതുവില്ലാത്തതിനാൽ മുമ്പേ പറഞ്ഞ ദോഷം വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ പറഞ്ഞ ദോഷമുണ്ടല്ലോ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ന്യായവൈശേഷികന്മാരുടെ ആ ഒരു പ്രശ്നത്തെ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ദോഷം പറഞ്ഞു വെക്കേണ്ടി വരും എന്ന്. അപ്പോൾ അതായത് ഇച്ഛാദ്വേഷം, പ്രയത്നം ഒക്കെ ഈ ആത്മാവിൻ്റെ ഗുണമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആത്മാ തീരുമാനിക്കുകയാണ് ഇതെനിക്ക് കർമ്മഫലം വേണ്ട എന്ന്, അതായത് വരുന്ന അദൃഷ്ടം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആത്മാവിനുണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇത് ശരിയല്ല താനും. അപ്പോൾ അതാണ് അതൊരു ദോഷം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ജീവാത്മാവ് വേണ്ട വിധത്തിൽ, ജീവാത്മാവിനെയും പരമാത്മാവിനെയും വേണ്ട വിധത്തിൽ നിരൂപണം ഈ ഭാഗങ്ങളിലൊന്നും ചെയ്തിട്ടില്ല എന്ന്. ജീവാത്മാവിനെ യഥാർത്ഥത്തിൽ നിരൂപണം ചെയ്തു കഴിഞ്ഞാൽ ആ ജീവാത്മാവിൻ്റെ സ്വരൂപം ഈ വിചാരിക്കുന്നത് പോലെയല്ല, പകരം ഇത് പ്രതിബിംബവത്താണ്, ആഭാസനാണ് എന്ന്. അതേസമയം സാഖ്യന്മാർക്കും വൈശേഷികന്മാർക്കും നൈയായികന്മാർക്കുമൊക്കെ ആഭാസൻ എന്നൊന്നുമില്ല, പകരം അത് സത്യമാണ് എന്ന്. പിന്നെ ഈ നൈയായികന്മാർക്കും വൈശേഷികന്മാർക്കുമൊക്കെ ഈശ്വരൻ എന്ന് പറയുന്നതും അതേപോലെ സത്യമാണ്. പക്ഷെ വേദാന്തത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നതും ഇതേമാതിരി തന്നെ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ പരമാത്മദൃഷ്ടി വന്നാൽ പിന്നെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. ജീവത്വവും ഈശ്വരത്വവും കൂടെ ഒന്നിച്ചു പോകുന്നതാണ്. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപാധികമാണ്. അപ്പം സോപാധികത്തിലെ ഉപാധി സൃഷ്ടിക്കുവാനുള്ള സോപാധികമാണല്ലോ ജീവൻ. ജീവൻ്റെ ഉപാധി സൃഷ്ടിക്കുവാനുള്ള സാമർഥ്യം സ്വതവേ ജീവനില്ല. അല്ലെങ്കിൽ ഈ സ്വയം ഒരു ഉപാധി സൃഷ്ടിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു എന്ന് പറയത്തക്ക തരത്തിൽ ജീവൻ എവിടുന്ന് ഉപാധി എടുത്ത് സൃഷ്ടിക്കും? അപ്പം ജീവനൊരു ഉപാധി കിട്ടുന്നതെന്ന് പറയുന്നത് സമഷ്ടിയിൽ നിന്നാണ്. ഈ ജീവാത്മാവ് ശരീരിക്ക് ശരീരം കിട്ടുന്നത് സമഷ്ടിയിൽ നിന്നാണ്. അപ്പം സമഷ്ടിയിൽ നിന്ന് കിട്ടുന്നതിനകത്ത് അപ്പം ജീവസൃഷ്ടിയല്ല എന്ന് കിട്ടി. അങ്ങനെ വരുമ്പോൾ ഇത് സൃഷ്ടിക്കാൻ ഒരു കാരണം വേണം. ആ കാരണമാണ് ഈശ്വരൻ എന്ന രീതിയിൽ ശാസ്ത്രത്തിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത് സൃഷ്ടാ ഈശ്വര. അപ്പം ജഗത് സൃഷ്ടാവ് ഈശ്വരനാകുമ്പോൾ ജഗത്തിനെ പരിപാലിക്കുന്നവൻ ഈശ്വരൻ. കാരണം നിലനിർത്തിക്കൊണ്ട് ഇത്രയും നാളും പോകുന്നില്ലേ. പിന്നെ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത് ഇല്ലാതായി കാണുന്നില്ലേ. അങ്ങനെ വരുമ്പോൾ ജഗത്തിനെ നശിപ്പിക്കുന്നവനും ഈശ്വരനായിട്ട് കാണും. അപ്രകാരം ഒരു സ്ഥാനമാണ് ഈശ്വരന് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇത് നമുക്ക് ഓരോ വേറെ ഒരു തരത്തിലെ ഈശ്വരനെ നമുക്ക് നമ്മുടെ മുട്ടാവശ്യങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന, ശമ്പളം ഇല്ലാണ്ട് കാശ് കൊടുക്കാണ്ട് അത് ചെയ്തതാ ഇത് ചെയ്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു സാധനവും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് തരാം എന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഒരു കിലം ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു തവി കൊണ്ടു കൊടുത്തിട്ട് ഇനി ഇതും കഴിച്ചിവിടെ ഇരുന്നു എന്ന് പറയത്തക്ക തരത്തിലുള്ള ഒന്നല്ല ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജഗസൃഷ്ട, അത്രയാണ് ഈശ്വരന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്നുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഭക്തന്മാർ ഉണ്ടാക്കിയത് അവരുടെ സങ്കല്പവുമാണ്. അതിന് പോഷകങ്ങളായിട്ട് പുരാണങ്ങളും ഉണ്ട്. പുരാണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തത്വം ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥകൾ മുഴുവൻ ഇപ്പം ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതൊരു കഥയായിട്ടാണ്, പക്ഷെ തത്വത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് സാരം. പ്രദേശാതിഥി ചേത് ന അന്തർഭാവാത് എന്ന്. ഇനിയിപ്പം പറയുകയാണ് ഈ ആത്മാ ഒരു സ്ഥലത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് പ്രദേശാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരീരത്തിലുള്ള ഈ വൈശേഷികന്മാരുടെ പറച്ചിലാണല്ലോ. അപ്പം ഈ വൈശേഷികന്മാരുടെ പറച്ചിൽ ആത്മാ ശരീരത്തിന് ഒരു ഭാഗത്തിരിക്കുന്നു എന്ന് അങ്ങ് വിചാരിച്ചോളൂ. നിങ്ങളും അത് തന്നെയല്ലേ പറയുന്നത്, ഹൃദയത്തിൽ ആത്മാ ഇരിക്കുന്നു. അപ്പം ബാക്കിയുള്ളിടത്തോ
അപ്പം ഹൃദയത്തിൽ ആത്മായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആഭാസ ചൈതന്യം, അന്ധക്കരണത്തിൽ മാത്രമല്ലേ ആഭാസ ചൈതന്യം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ പറയുന്ന ആഭാസ ചൈതന്യം അന്ധക്കരണത്തിൽ മാത്രമാണ് ഇരിക്കുന്നത്. അതേസമയം ഇപ്പം ഞങ്ങളും പറയുകയാണ് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിരിക്കുന്നു. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഈ അന്ധക്കരണം എവിടെ അന്ധക്കരണം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നു അതൊന്ന് പറഞ്ഞാൽ ആദ്യം. ഇപ്പം അന്ധക്കരണം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംവേദനത്വം എവിടെയുണ്ടോ, അതായത് ഇന്ദ്രിയങ്ങളുടെ ശക്തി എവിടെയാണ്? അന്ധക്കരണത്തിൽ നിന്നല്ലേ നമ്മൾ പറയുന്നത്. സ്ഥൂല ശരീരത്തിൻ്റെ ഭാഗമല്ലല്ലോ ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇപ്പം ത്വക്കിൻ്റെ ഈ സ്പർശന ശക്തിയാണ് സംവേദനത്വം എന്ന് പറയുന്നത്. അപ്പം സ്പർശന ശക്തിയുടെ സംവേദനത്വം ഈ ഇരിക്കുന്നത് അന്ധക്കരണത്തിലാണെങ്കിൽ എവിടെ നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംവേദനമുണ്ടായോ, ആ സംവേദനമുണ്ടായപ്പോൾ, അതായത് കാലിൻ്റെ ഉപ്പൂറ്റിയിലാണ് അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ അടുത്താണ് നമ്മൾ ചവിട്ടുമ്പോൾ ഒരു തണുപ്പ് തോന്നിയത്, ഒരു ഒച്ചിൻ്റെ തണുപ്പാന്ന് വിചാരിച്ചു. അതേമാതിരി ചെറിയൊരു നുള്ളു തണുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാല് പിൻവലിച്ചു. അപ്പോൾ അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഈ അന്ധക്കരണത്തിൽ നമുക്ക് സംവേദനമുണ്ടായി, അതുകൊണ്ട് കാല് പിൻവലിച്ചു എന്ന രീതിയിലൊരു ഓർഡർ അല്ലല്ലോ കിടക്കുന്നത്. സംവേദനം എവിടെയുണ്ടായി? കാലിൻ്റെ അറ്റത്താണ് ഉണ്ടായത്. അതുകൊണ്ട് അന്ധക്കരണത്തിൽ സംവേദനം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹം മൊത്തത്തിൽ ഒച്ചിൻ്റെ തണുപ്പ് അനുഭവപ്പെട്ടു, അങ്ങനെയില്ലല്ലോ. എവിടെയാണോ സ്പർശിച്ചത് അവിടെയാണ്. അപ്പോൾ അന്ധക്കരണം ത്വഗിന്ദ്രിയമായിട്ട് എവിടൊക്കെ വ്യാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം സംവേദനത്വമുണ്ട്. ചക്ഷുരീന്ദ്രിയം വ്യാപിച്ചിരിക്കുന്നിടത്ത് ചക്ഷു ജ്ഞാനമുണ്ടാകുന്നു, ദൃശ്യജ്ഞാനമുണ്ടാകുന്നു. ഇതേമാതിരി നമുക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഈ ചേതന ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്തവണ്ണം ചേതന ശരീരത്തിന് സമ്പൂർണമായിട്ടും വ്യാപിച്ചിരിക്കുന്നു എന്ന്. അതല്ല എങ്കിൽ പറയേണ്ടി വരും. കാരണം ചേതനയാണല്ലോ ചൈതന്യം എന്ന് പറയുന്നത്, ആത്മാ ജീവൻ എന്ന് പറയുന്നത്. അല്ലാതെ ജീവനിൽ നിന്ന് വേറൊരു ചൈതന്യം ദേഹത്തെ കൊണ്ട് നടക്കാനുമില്ല, മറ്റൊന്നല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജീവൻ അല്ലെങ്കിൽ ആത്മാ അല്ലെങ്കിൽ ചേതന ഇല്ലാത്തതായ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കാരണം ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ആത്മാ എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് സാരം. അതാണ് പ്രദേശാതിഥി ചേത്ന അന്തർഭാവാത്. അർത്ഥം ഇതാണ്, പ്രദേശാത് ഇതി ചേത്, ശരീരത്തിലുള്ള ഈ ആത്മാവിൻ്റെ സ്ഥാനം നിമിത്തം സുഖദുഃഖം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, അതായത് ഈ ആത്മാവിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ സുഖദുഃഖങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുണ്ടാകുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ അന്തർഭാവാ, എല്ലാ ആത്മാക്കൾക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപ്തിയുള്ളതിനാൽ. അതാണ് ഈ അന്തർഭാഗാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ അകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു എന്ന്, അതായത് പുറത്ത് വിട്ടിരിക്കുന്നു, ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരം മാത്രമല്ല സൂക്ഷ്മ ശരീരവും കൂടെ അതിനകത്തുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാം? അതല്ല എന്നുണ്ടെങ്കിൽ കാലിലൊരു തട്ട് തട്ടി കഴിഞ്ഞാൽ അന്ധക്കരണത്തിൽ ആത്മാവിരിക്കുന്നത് കൊണ്ട് വേദന അവിടെയാണ് ഉണ്ടാവേണ്ടത്. മനസ്സ് വേദനിച്ചു, അങ്ങനെ ആവാമല്ലോ. കാലിന് തട്ടിയാൽ കാലിലല്ലേ വേദനിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വേദനിച്ചു, മനസ്സിലാണ് ആത്മാവിരിക്കുന്നത് കൊണ്ട് മനസ്സ് വേദിച്ചു, അങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യാപ്തിത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ വേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള, മുമ്പ് പറഞ്ഞ സംസാരം എന്ന് പറയുന്നത് അതിൽ പെട്ടുപോയി. അപ്പം സംസാരം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഘോര ശബ്ദമാണ് അല്ലെങ്കിൽ മൃദുവായിട്ടുള്ളതാണ് എന്നൊക്കെ പറയുമ്പം ചെവി തകർത്തു പോകുന്ന തരത്തിലുള്ള ശബ്ദം കേൾക്കുന്നു, ചെവിയിൽ വളരെ സൗമ്യമായിട്ടുള്ള രീതി ശബ്ദം കേൾക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ ചെവിക്ക് കുളിർമയുണ്ടാകുന്നു. അങ്ങനെയുണ്ടല്ലോ ചില പാട്ടുകളൊക്കെ ചെവിക്ക് കുളിർമയുണ്ടാക്കുന്നു, എന്നിട്ടാണത് അന്ധക്കരണത്തിന് മനസ്സിന് കുളിർമയുണ്ടാക്കുന്നത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ചേതന സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന്. അല്ലാതെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഹൃദയത്തിലിരുന്നു കൊണ്ട് ബാക്കി മുഴുവനും നാട്ടുകാർ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് കണ്ണുമടച്ച് കൈ നീട്ടി ഒരു ഇരിപ്പല്ല എന്ന് സാരം, സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതിനകത്തും നമ്മൾ മനസ്സിലാകുന്നത് അത്ര നിസ്സാരമായിട്ട് നമ്മൾ ഇതിനെ കാണണ്ട എന്ന്. കണ്ണടച്ച് ധ്യാനിച്ചിരുന്ന് കഴിയുമ്പോൾ ആത്മാവിനെ അന്ധക്കരണത്തിൽ കാണുന്നു എന്ന് മാത്രമല്ല, കണ്ണ് തുറന്നിരുന്ന് കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ കാണുന്നത് ആത്മാവാണ് എന്ന് സാരം. അതുകൊണ്ടാണ് സർവ ശരീരത്തിൻ്റെ സർവ്വഭാഗത്തും ഇരിക്കുന്നു എന്ന് പറയുന്നത്.
അതുകൊണ്ട് സർവശരീരാന്തർഗതാത്മാവിന് പ്രത്യേകമായ ഒരു സ്ഥാനം ശരീരത്തിൽ കൽപ്പിക്കാൻ വൈശേഷികന്മാർക്കും സാധ്യമല്ല. സർവവ്യാപിയായ ആത്മാവിന് ഒരു പ്രത്യേക സ്ഥാനം വൈശേഷികർ കൽപ്പിക്കുന്നുവെങ്കിൽ കൽപ്പിതമായ അവയവത്തിലിരിക്കുന്ന കൽപ്പിതനായ ആത്മാവ്, കൽപ്പിതമായ അവയവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് ഹൃദയത്തിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഹൃദയം അവർക്കൊരു കൽപ്പിതമായ അവയവമായിട്ട് എടുത്തിരിക്കുന്നു എന്ന് സാരം. അപ്പോൾ അത് സ്ഥൂല ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹൃദയത്തിനെയോ അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ഹൃദയത്തിനെയോ എടുത്തിട്ട് ഇവിടെയാണ് ആത്മായിരിക്കുന്നു എന്ന് കൽപ്പിച്ചു എന്ന് വിചാരിക്കുക. കൽപ്പിതനായ ആത്മാ സത്യമായ കാര്യത്തെ നിയമനം ചെയ്യുകയുമില്ല. ഇനിയിപ്പം ആത്മാ ശരീരത്തിലിരിക്കുന്ന സർവ്വടത്തായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒരാത്മാ എന്ന് പറയുന്നതിന് കൽപ്പിതാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൽപ്പിതാത്മാവിന് സത്യമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ സത്യമായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങൾ പിന്നെ ഇല്ല. അങ്ങനെയുള്ളതൊന്നും അവിടെ ഇപ്പം വ്യവഹാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം ഈ വൈശേഷികന്മാർക്കൊക്കെ എന്ന് പറയുന്നത് വ്യവഹാരമാണ് സത്യം. ഈ തത്വചിന്തയിൽ രണ്ട് ഭാഗമുണ്ട്. രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യവഹാരം സത്യമാക്കി വെച്ചുകൊണ്ട് അതിന്മേൽ കെട്ടിപ്പടുത്തിട്ടുള്ള തത്വചിന്ത, വ്യവഹാരത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് അതിന്മേൽ കെട്ടിപ്പടുത്തിട്ടുള്ള തത്വചിന്ത. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തെ നിഷേധിച്ചുകൊണ്ട് പോകുന്നെന്ന് പറയുന്നത് അദ്വൈതം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം വ്യവഹാരത്തിൽ തന്നെ നിന്നുകൊണ്ട് അത് സത്യം, അതിന്മേൽ നമുക്ക് എന്തൊക്കെ കണ്ടെത്താം എന്ന രീതിയിലാണ് അവിടെ പോകുന്നത് എന്ന്. അപ്പം അതുകൊണ്ടാണ് ഈ അനേക ജീവാത്മാക്കളുടെ അസ്തിത്വം അവർക്ക് പറയേണ്ടി വരുന്നത് തന്നെ അതുകൊണ്ടാണ്. കാരണം വ്യവഹാരം സത്യമായതുകൊണ്ടാണ് എന്ന്. അതേസമയം അദ്വൈതത്തിലാണെന്നുണ്ടെങ്കിൽ ജീവാത്മാവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് അത് ആഭാസ രൂപത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അയഥാർത്ഥമാണ് എന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അയഥാർത്ഥമായി കഴിയുമ്പോൾ കൽപ്പിതമാണ്. അങ്ങനെ വരുമ്പം ദേഹ ഇന്ദ്രിയം ഉപാധികളും കൽപ്പിതമാണ്, പ്രപഞ്ചവും കൽപ്പിതമാണ്. ആ ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ ആഭാസ ചൈതന്യവും കൽപ്പിതമാണ്. അപ്പോൾ ഇതിങ്ങനെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്ന അനുഭവ വിരുദ്ധമായിട്ടുള്ളതായിട്ട് മാറുമല്ലോ. അങ്ങനെയല്ല, അത് സ്വപ്നസമാനം, സ്വപ്നത്തിൽ അനുഭവിക്കുന്നു. പക്ഷെ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് അയഥാർത്ഥത്വം എപ്രകാരം ബോധ്യമാകുന്നുവോ ജാഗ്രതത്തിൽ അനുഭവിക്കുന്നതിൻ്റെ അയഥാർത്ഥത്വം ജ്ഞാനത്തിൽ വ്യക്തമാകുന്നു എന്ന്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതൊരു സുഷുപ്തിക്ക് സമാനമായിട്ടുള്ള യസ്യാം ജാഗ്രതി എന്ന്, യാ നിശാ പശ്യതോ മുനേഹേ യസ്യാം ജാഗ്രതി സംയമി എന്ന്, സാ നിശാ പശ്യതോ മുനേഹേ. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും യാതൊന്നാണോ ഇരുട്ട്, അതിലേക്ക് ഒരു സംയമി, ഒരു ജ്ഞാനി ഉണർന്നിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഏതാണോ പ്രകാശം, അതിലേക്ക് ജ്ഞാനി ഉറങ്ങിയിരിക്കുന്നു. ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ വെളിച്ചമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ സംസാരമാണ്. ഇവിടുത്തെ സുഖദുഃഖ ഭോഗങ്ങൾ നൽകുന്നതായ വിഷയങ്ങളാണ്. ആ വിഷയത്തിലേക്ക് ഉണർന്നിരിക്കുന്നവർ ജീവജാലങ്ങളാണ്, സംസാരികളാണ്. പക്ഷെ അതിലേക്ക് ഉറങ്ങിയിരിക്കുന്നു. അതിൻ്റെ മിഥ്യാത്വം കണ്ടു കഴിഞ്ഞു, അത്രയാണ്. അതിൻ്റെ മിഥ്യാത്വം ഗുണാഗുണേഷു വർത്തന്ത, ഇപ്രകാരമാണ് അതിൻ്റെ മിഥ്യാത്വം കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് എൻ്റെ ദേഹത്ത്, അത് വേറൊരു തെറ്റിദ്ധാരണ, എൻ്റെ ദേഹത്ത് ചൂട് കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് പൊള്ളൽ അനുഭവിക്കത്തില്ല. അത് ഭയങ്കര ഒരു പൊള്ളൽ അനുഭവിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കുഷ്ഠരോഗാശുപത്രി പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല ഗുണാഗുണേഷു വർത്തന്ത ഇതിമത്വാന സജ്ജത എന്ന് പറയുന്നത്. ഗുണങ്ങൾ ഗുണത്തോട് ചേരുന്നു. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിലെ തമോ ഗുണപ്രധാനമായ വിഷയങ്ങളും രജോ ഗുണപ്രധാനമായിട്ടുള്ള പ്രാണനും കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയുന്നത് സത്വഗുണം ആണ്. അത് തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്നിനെ കണ്ടാൽ തമോ ഗുണപ്രധാനമായ പൂവിനെ കണ്ടത് സത്വഗുണമായിട്ടുള്ള ചക്ഷുരിന്ദ്രിയം കണ്ടു. അപ്പം ഗുണാഗുണേഷു വർത്തന്തേ, വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിൽ ആണ്. അവ ഗുണമാണ്. ഈ ഗുണങ്ങൾ ഏത് വന്നു? ത്രിഗുണങ്ങളാണ്. ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്നാണ് എന്ന്. ത്രിഗുണങ്ങൾക്ക് വേറിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ത്രിഗുണാത്മിക മായാസ്തി, മായയുടെ 3 തരത്തിലുള്ള പ്രകടനമാണ് ഈ ഗുണം എന്ന് പറയുന്നത്. അപ്പം മായയുടെ സത്വവും ഗുണവും രജോ ഗുണവും തമോ ഗുണവും എന്ന് പറയും. ഇവർ തമ്മിൽ പരസ്പരം
യുദ്ധം ചെയ്യുകയാണെന്ന് ഇവർ മൂന്നുണ്ടെന്ന്. ഇവർ മൂന്നൊന്നും ഇല്ല, മായേന്നാണ് അവർ അവരൊന്നാണ്. അത് നമ്മൾ ഇതിനെ മൂന്നായിട്ടെന്ന പോലെ തിരിച്ചതാണ് അജ്ഞാനത്താൽ എന്ന്. ഒരു മായയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒന്നായ നിന്നയിഹ രണ്ടെന്ന് എന്നുള്ള പറച്ചിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെന്ന് കാണൽ എല്ലായിടത്തുമുണ്ട്. അല്ലാതെ പരമാത്മാവിനെയും ജീവാത്മാവിനെയും കണ്ടു എന്നുള്ളതല്ല, വിഷയത്തെയും ഇന്ദ്രിയങ്ങളെയും തന്നെ രണ്ടായിട്ട് കണ്ടു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജത്തെ. ഇപ്രകാരമാണ് ജ്ഞാനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് പോകുന്നത്. അല്ലാതെ കണ്ടിട്ടും കാണാതിരിക്കൽ, കേൾക്കിട്ടും കൂർമാങ്കാനീവ ഇവ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ആമ ശരീരത്തെ പിൻവലിക്കുന്നത് പോലെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിഷയങ്ങൾ പിൻവലിച്ചിരിക്കുന്നാൽ സാധകനായ ഒരു യോഗിയാണ്. അത് ജ്ഞാനിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ജ്ഞാനി പിൻവലിച്ചു എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഗുണാഗുണേഷു വർത്തന്തെ എന്നുള്ളത്. അതായത് അതിനകത്ത് പിൻവലിക്കുമ്പോൾ പിൻവലിക്കുന്നവൻ ഇല്ല എന്നുള്ളതാണ്. പിൻവലിക്കാൻ വേണ്ടിയിട്ടൊരു ജീവാത്മാവായിട്ടിരിക്കുന്നവൻ അവിടെ യോഗിയായിട്ടിരിക്കാം, സാധകനായിട്ടിരിക്കാം. പക്ഷെ ജീവാത്മാവ് ആഭാസനാണെന്നറിഞ്ഞിട്ട് പരമാത്മാവിന് പിന്നെ എന്തിനെ വലിക്കാനാണെന്ന്, അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനത്തിൽ നിൽക്കുന്നവന് ഈ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക എന്ന് പറയാം. വിഷയം എവിടെ, ഇന്ദ്രിയം എവിടെ എന്നുള്ളത്. പിന്നെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അതിവർത്തിച്ച് നിൽക്കണം എന്ന് പറയുമ്പം അതിനനുസരിച്ചിട്ട് ശ്വാസത്തെ പിടിക്കലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജാഗ്രത എവിടെ, സ്വപ്നം എവിടെ, സുഷുപ്തി എവിടെ എന്നുള്ളത്. അപ്പോൾ അതെവിടെയാണ്? അതാണ് ആ സമയത്താണ് ഗുണാഗുണേഷു വർത്തന്ത എന്ന് പറയുന്നത്. ഉണ്ട് ഇല്ല എന്ന പോലെ അവിടെയാണ് നമുക്ക് ലീല എന്ന് പറയുന്നത്. അതായത് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരബ്ധായ സമർപ്പിതം സ്വവപു എന്നുള്ളതാണ്. പിന്നീട് തുടങ്ങി വെച്ചതിൻ്റെ പൂർത്തീകരണം എന്നതുപോലെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്ന്. ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണർന്നും ഉറങ്ങാതെയും എന്ന രീതിയിൽ ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണമറിവായി എന്ന രീതിയിൽ ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ടും ബന്ധപ്പെടാതെയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ അത് ഈ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും വിഷയങ്ങളും ആയിട്ടുള്ള അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അതായത് ഒരു സമുദ്രത്തിലെ ഈ തിരയും ഈ പല രീതിയിലുണ്ടല്ലോ, വെള്ളത്തിന് രൂപമാറ്റങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആഴിയും തിരയും കാറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള. അപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിനകത്ത് അത് പ്രാരബ്ധം അവശേഷിക്കുന്നിടം വരെയും, അത് പ്രാരബ്ധം അവശേഷിക്കുക എന്ന് പറയുന്നത് ദേഹപതനം. അത്രയാണ്. എല്ലാവരുടെയും പ്രാരബ്ധം അവസാനിക്കുന്നത് ദേഹപതനത്തിലാണ്. അപ്പോൾ ദേഹപതനം വരെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ നസജ്ജത്തെ, അതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴാണ് നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല, ലാഭങ്ങളൊന്നും ലാഭമല്ല എന്നർത്ഥം. എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത് ലാഭമെന്ന് കരുതിയാൽ മതി. ആർക്ക്? ജീവിക്കുന്നിടത്തോളം കാലം. മരിച്ചാലോ, മരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചത്താൽ നാളെ രണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത്രയുമാണ് ഇതിൻ്റെ കാര്യം. പിന്നെ നാമാവശേഷനായി എന്ന് പറഞ്ഞു ആർക്കും ഇവിടെ സ്ഥാനമില്ല. കുറച്ച് നാൾ ആരെങ്കിലുമൊക്കെ ഓർത്തിരിക്കും. ഓർത്താൽ നല്ലത്, ഓർക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും നല്ലത്. അത് കഴിഞ്ഞാലോ പിന്നെ ഓർക്കാനും കൂടി ആരും ഉണ്ടാവത്തില്ല. അങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓർക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര പേര് ഈ പേരെഴുതി വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം ആൾക്കാരുടെ പേര് ഇവിടെ ലിസ്റ്റിലുണ്ടാവും. ഒന്നുമില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളാക്കിക്കൊണ്ട് നിൽക്കുന്ന ഐഡൻറ്റിറ്റി കാർഡുകളുണ്ടല്ലോ, അത് മുഴുവൻ ക്യാൻസലായി പോകും. ഇലക്ഷൻ ID ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ക്യാൻസലാക്കി കളയും. പിന്നെ വേറെ എന്താ ഉള്ളത്? ബാങ്ക് ID അതും ക്യാൻസലാക്കും. പിന്നെ വേറെ എന്താ ഉള്ളത്? വോട്ടേഴ്സ് മറ്റേ ഇതുണ്ടല്ലോ, എന്താ പാസ്പോർട്ട്, എല്ലാം പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കല്ല് പൊട്ടുന്നിടം വരെ അതവിടെ നിൽക്കും എന്ന് സാരം. അതുകൊണ്ടാണ് പലരും കല്ലിനകത്ത് കൊത്തിവെക്കാൻ നോക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ പേരെങ്കിലും അവിടെ നിൽക്കുമല്ലോ എന്ന്. എന്തിനാണ്? കല്ലിലൊരു പേരുണ്ടെങ്കിൽ അതേമാതിരി ഒരേ പേരിലുള്ള 150-200 പേരല്ല, കോടികളാണ്. ഇത്രയും പേര് ഇവിടെ ജീവിച്ചു മരിച്ചവരാണ്. ഇതിനകത്ത് ഒരു പേരിനകത്ത് ഒരു കാര്യവുമില്ല, ഒരേ പേരിൽ ഇത്രയും പേര്. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊന്ന് കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഗുണാഗുണേഷു എന്നുള്ള തത്വത്തിലേക്ക് നിൽക്കുന്ന ഒരുവന് മാത്രമേ ആ തരത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനം,
മാനം, അപമാനം, ധനം, ആരോഗ്യം, ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് കൊല്ലാനും തയ്യാറാണ്, ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറാണ്. ചിലർ പറയുന്നത് കേൾക്കാം, എൻ്റെ 10,000 20,000 രൂപ പോക്കറ്റ് അടിച്ച് പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ചത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് അങ്ങനെ ഹൃദയം പൊട്ടി വീഴുന്നവരുണ്ട്. ഇതാണ്. പിന്നെ അതേമാതിരി ചില സ്ഥാനത്ത് നിന്ന് പുറത്ത് വിട്ടു, അതല്ലെങ്കിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു പരീക്ഷ എഴുതി ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല, ജീവിതം നിരാശമായി പോകുന്നു, ആറ്റിലേക്ക് എടുത്ത് ചാടുന്നു, അല്ലെങ്കിൽ വണ്ടിക്കടിയിലോട്ട് പോകുന്നു. ഇതിൻ്റെ കാരണം ഇതാണ്. ഏതെങ്കിലും ഒന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവിതമാണെന്ന് കരുതുകയും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതും ജീവിതം തകർത്തു എന്ന് കരുതുകയും ചെയ്യുന്ന തരത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതെല്ലാം ഒരു ലീലയാണ് എന്ന് പറഞ്ഞാൽ ഇന്നൊന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നാളെ വേറൊന്ന് വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനച്ചിത്ത്, തുല്യ മാന അപമാനയോഹോ എന്നുള്ളതും കൂടെ പ്രയോഗമുണ്ട്. അതായത് മാനം വന്നാലും അപമാനം വന്നാലും നിന്ദ വന്നാലും സ്തുതി വന്നു കഴിഞ്ഞാലും എല്ലാത്തിനെയും സമമായിട്ട് കാണാനുള്ള ശേഷി വരുന്നവർക്ക് മാത്രമേ തത്വചിന്ത ഉണ്ടായി, തത്വബോധമുണ്ടായി എന്ന് പറയുക സാധ്യമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിലൊന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊരു തോന്നലുണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് മുഖം ചുമക്കുകയും വികാരക്ഷുബ്ധനാകുകയും ഉറക്കമില്ലാണ്ട് പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദഭ്രമേവാപിനൂനം ത്വം ബ്രഹ്മണോ രൂപം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും കേനോപനിഷത്തിലുള്ള മന്ത്രമാണ്. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഒന്നും രണ്ടും കേട്ടിട്ട് നമ്മൾ ശോഭിക്കേണ്ട കാര്യമൊന്നുമില്ല, വിട്ടുകളയണം എന്ന്. നമുക്കതല്ലേ ഉള്ളു, ഈ കേൾക്കുന്ന അറിവല്ലേ നമുക്ക് വിട്ടുകളയാൻ പറ്റത്തുള്ളൂ. ദേഹത്തൊന്ന് പറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതല്ലേ തട്ടിക്കളയാൻ പറ്റത്തുള്ളൂ, ദേഹത്തെ തന്നെ തട്ടിക്കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം വന്നു ചേരുന്നത് തട്ടിക്കളയാൻ യോഗ്യമായിട്ടുള്ളതാണെന്ന് അങ്ങ് മനസ്സിലാക്കുക എന്ന്. അങ്ങനെ ചിലതാണെങ്കിൽ ഈ ടാറുമല്ല, ഉരിയ ടാറ് ദേഹത്ത് പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തട്ടിക്കളഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം പോകുന്ന സമയത്ത് ഇത് കുറച്ച് ദേഹത്തിൻ്റെ ഭാഗവും കൊണ്ട് പോകും, സഹിക്കാൻ തയ്യാറെടുത്തോളാൻ പറ്റിപ്പോയില്ലേ എന്നുള്ളത്. അപ്പോഴാണ് നമ്മളിതിനെ നഷ്ടം, വേദന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നു ചേരുന്നത് ചിലത് നമുക്ക് ലാഭകരമായിട്ട് മാറും, ചിലത് നഷ്ടമായിട്ട് മാറും. അവിടെയൊക്കെ എല്ലാം സമത്വം യോഗ ഉച്യത്തെ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഒരു സമബുദ്ധിർ വിശിഷ്യത്തെ, ഒരു സമബുദ്ധിയിലൊക്കെ അങ്ങ് പോകണം എന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ നമ്മുടെ ഈ 2-ാം അധ്യായത്തിലെ 3-ാം പാദത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പഞ്ചഭൂതങ്ങൾ ആത്മാവിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് പ്രയോഗം. അപ്പോൾ അതിന് ഈ സാങ്കേന്മാരും നൈയായികന്മാരും ഒക്കെ വേറെ വാദങ്ങളും കൊണ്ടുവരും. അതിനെ മുഴുവൻ നിഷേധിച്ച ശേഷം അവിടെ സ്ഥാപിച്ചെടുത്തു. അതുകൊണ്ടാണ് വിയതധികരണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വിയതധികരണത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആകാശമുണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ്. അതിന് വേണ്ടിയിട്ട് കോട്ട് ചെയ്തത് ആകാശാത് വായുഹു വായോരഗ്നി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ അധികരണം എടുത്തുകൊണ്ട് അവിടെ ഈ പഞ്ചഭൂതങ്ങളുണ്ടായത്. പിന്നെ അപ്പോൾ അതനുസരിച്ച് പ്രപഞ്ചം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് എന്ന്. അപ്പം ബ്രഹ്മത്തിനെ ഇവിടെ കാരണമായിട്ട് ജഗതുത്പത്തിക്ക് ഹേതുവായിട്ട് നിൽക്കുന്നത് ബ്രഹ്മമാണെന്ന് സമർത്ഥിച്ചു എന്ന്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ജീവാത്മാവിനെ കുറിച്ചുള്ള വന്നത്. അപ്പം ജഗതുത്പത്തിയുടെ കൂട്ടത്തിൽ ജീവോത്പത്തിക്ക് കാരണമായ ബ്രഹ്മം എന്ന് പറയുക സാധ്യമല്ല. ജീവന്റെ സ്ഥിരത എന്ന് പറയുന്നത്, ജീവൻ നിത്യത്വം ജീവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയല്ല എന്ന്. അപ്പം ഇതിന് ജീവന് നിത്യത്വം ഉണ്ടെന്ന് പറയുന്ന വാദങ്ങളാണ് ഈ സാഖ്യന്മാർ തുടങ്ങിയിട്ടുള്ളത്. അതിനെയും നിഷേധിച്ചു. പകരം ജീവന്റെ നിത്യത്വം എന്ന് പറയുന്നത്, അത് ജീവൻത്വം എന്ന് പറയുന്നത് ആഭാസ ചൈതന്യമാണ്. ആഭാസം എന്ന് പറയുന്നത് പ്രതിബിംബ ചൈതന്യമാണ്. പ്രതിബിംബത്തിൻ്റെ സ്ഥിതി നിലനിൽപ്പ് എന്ന് പറയുന്നത്, പ്രതിബിംബിക്കുവാനൊരു പ്രതലം ഉള്ളിടത്തോളം കാലമേ പ്രതിബിംബം ഉണ്ടാവത്തുള്ളൂ എന്ന രീതിയിൽ അവിടെ അവിദ്യാജനിതമായിട്ടുള്ള ഈ ശരീരങ്ങളുടെ സ്ഥിതിയുള്ള കാലത്തോളം മാത്രമേ ഈ പ്രതിബിംബ ചൈതന്യത്തിന് സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാരണശരീരത്തിൻ്റെ സ്ഥിതി ഉള്ളിടത്തോളം കാലം മാത്രമേ ഈ ആഭാസ ചൈതന്യത്തിന് സ്ഥാനമുള്ളൂ. കാരണശരീരം ഉണ്ടായത് തന്നെ അവിദ്യയിലാണ്. അതുകൊണ്ട് അവിദ്യയെ നശിച്ചു കഴിഞ്ഞാൽ, അവിദ്യ നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പരമാത്മജ്ഞാനം.
പരമാത്മജ്ഞാനത്താൽ അവിദ്യയെ പോവുകയും അവിദ്യാകാര്യങ്ങൾ പോവുകയും തത്ഫലമായിട്ട് ജീവാത്മ എന്ന് പറയുന്നത് പരമാത്മാവാണെന്ന് ബോധിക്കുകയും ചെയ്യുന്നു എന്ന്. അല്ലാതെ ജീവാത്മാവോടൻ തന്നെ മരിച്ചു വീഴുന്നത് പരമാത്മാവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയല്ല എൻ്റെ അർത്ഥം. പിന്നുള്ളതെന്ന് പറയുന്നത് അവനവനെ അറിയുന്നത് പരമാത്മാവായിട്ടാണെന്ന് മാത്രം. അല്ലാതെ ഇതൊന്നും അല്ല. അതായത് അച്ഛൻ പ്രസിഡന്റ് ആണെന്ന് മകൻ തിരിച്ചറിയുന്നത് പോലെ, അച്ഛൻ പ്രസിഡന്റ് ആണെന്ന് മകൻ തിരിച്ചറിയുന്നു പറഞ്ഞാൽ കൊച്ചിനെ കയ്യും പിടിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏതോ ഒരു ഘട്ടത്തിൽ അച്ഛനാണ് ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്ന് മകൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു വീണു, എന്നിട്ട് പ്രസിഡന്റ് ജനിച്ചു എന്ന് അർത്ഥമില്ല. അതേപോലെയാണ് ഇവിടെ രണ്ട് ഐഡന്റിറ്റി എന്നുള്ളത്. പരമാത്മത്വം, ജീവാത്മത്വം. ഒന്നിനെക്കുറിച്ച് ബോധ്യമുണ്ട്, മറ്റതിനെക്കുറിച്ച് ബോധ്യമില്ല. ബോധ്യമായപ്പോൾ ജീവാത്മത്വം എന്ന് പറയുന്നത് അപ്രസക്തമായി, പരമാത്മത്വം എന്ന് പറയുന്നത് സ്ഥായിയായിട്ട് മനസ്സിലായി. അപ്രസക്തമായി എന്നുണ്ടെങ്കിലും കർമ്മഫലഭോഗങ്ങളെ അവസാനിക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രാരബ്ധം അവസാനിക്കുന്നിടം വരെ ദേഹത്തിൻ്റെ തുടർച്ചയിൽ. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ചിലത് കേട്ടിട്ടുണ്ടല്ലോ, ഈ ഇന്ദ്രിയങ്ങൾ, അതായത് ആകാശാദികൾ ഉണ്ടായതിനു ശേഷമാണോ ഇന്ദ്രിയങ്ങൾ ഉണ്ടായത്, അതോ ഇന്ദ്രിയങ്ങൾ ഉണ്ടായതിനു ശേഷമാണോ ആകാശാദികൾ ഉണ്ടായത്? അതായത് ഈ നാസതീയ സൂക്തം എന്നൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ സൂക്തങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. അസദ്വായുധമഗ്രാസീത്, ആ തരത്തിലുള്ള നാസതീയ സൂക്തത്തിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ തൈത്തിരീയോപനിഷത്തിൽ ഇങ്ങനൊരു മന്ത്രമുണ്ട്. തൈത്തിരിയൻ 2:7 അസദ്വായുധമഗ്രാസീത് എന്നുള്ള പ്രയോഗമാണ്. അസത്താണ് അഗ്രേ, അഗ്രേഹ എന്ന് പറയുന്നത് സൃഷ്ടി, അഗ്രേ എന്ന് പറഞ്ഞാൽ സൃഷ്ടേഹെ പ്രാക്ക്, സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അസത്തായിരുന്നു എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് 2-ാം അധ്യായം 4-ാം പദം തുടങ്ങുന്നത് പ്രാണോത്പത്തി അധികരണം എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ അധികരണത്തിൻ്റെ പേര്, പ്രാണോത്പത്തി അധികരണം. മറ്റേത് അധികരണം വിയത് അധികരണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നമ്മൾ കണ്ടത്, തുടക്കത്തിൽ കണ്ടത്. പിന്നെ അതിന് വായുവിൻ്റെ അധികരണമായിട്ടും ജലത്തിന് അധികരണമായിട്ടും പിന്നെ അഗ്നിക്കുള്ള അധികരണമൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ഓരോ പഞ്ചഭൂതങ്ങൾ ഓരോന്നിനെ എടുത്തുകൊണ്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രാണോത്പത്തി അധികരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രാണോത്പത്തി എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ പഞ്ചപ്രാണന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കരുത്. പ്രാണേഷു, പ്രാണങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെയാണ് എന്ന് സാരം. അപ്പം ആ തഥാ പ്രാണാഹ, ഒന്നാമത്തെ സൂത്രം, തഥാ പ്രാണാഹ അപ്രകാരം പ്രാണങ്ങളും. തഥാ പ്രാണാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞതിൻ്റെ തുടർച്ചയാകിയാൽ അപ്രകാരം പ്രാണങ്ങളും പരമാത്മാവിൽ തന്നെയാണ് വന്നത് എന്ന് ഈ സൂത്രം സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ മറ്റുള്ള ആൾക്കാർ പറയും അത് ശരിയല്ല എന്ന് പറയും. അതല്ലെങ്കിൽ മറ്റു ശ്രുതിവാക്യങ്ങൾ തന്നെ ഇതല്ല എന്ന് പറയത്തക്ക തരത്തിലുള്ള സാധ്യതയുള്ള ശ്രുതിവാക്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെ നിഷേധിക്കലും ഇത് സ്ഥാപിച്ചെടുക്കലുമാണ് നമുക്ക് ഈ അധികരണത്തിൽ കാണാൻ സാധിക്കുന്നത്. ആകാശാദികളെ സംബന്ധിച്ചിട്ടുള്ള ശ്രുതിവിരോധങ്ങൾ 3-ാം പാദത്തിൽ പരിഹരിക്കപ്പെട്ടു. ഇപ്പം 3-ാം പാദമാണ് നമ്മൾ കഴിഞ്ഞത്, പരിഹരിക്കപ്പെട്ടു. 4-ാം പാദത്താൽ പ്രാണസംബന്ധമായ വിരോധം പരിഹരിക്കപ്പെടുന്നു. ഇപ്പോൾ പ്രാണന്മാരെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലേത് പ്രാണനെയാണ് നമുക്ക് വേണ്ടത് എന്ന്, ഏത് പ്രാണനെയാണ് വേണ്ടത്? എനിക്ക് പ്രാണൻ എന്ന് പറയുന്ന പഞ്ചപ്രാണന്മാരെ അറിയത്തുള്ളൂ. ആ പ്രാണനെ കൊണ്ട്, ആ പ്രാണനൊന്നും ഇവിടെ ഒരു കാര്യവുമില്ല എന്നർത്ഥം. അത് ജഡസ്വരൂപമാണ്. ആ പ്രാണനെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് അകപ്പാടെയുള്ള അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇത് ഈ മരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആണല്ലോ ഈ ഇത് മറ്റേ എന്താണ് ഉദാനനിലേക്ക് മറ്റുള്ള പ്രാണനും കൂടെ പ്രവേശിച്ച ശേഷം ഉദാനൻ ഈ ശരീരത്തിൽ നിന്നും ഈ ഇതിനെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു സങ്കല്പം. അതാണ് അകക്കൂടെയുള്ള പ്രയോജനം എന്ന് പറയുന്നത്. അതല്ല ഇവിടുത്തെ പ്രാണന്മാരെന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ പ്രാണന്മാരെന്ന് പറഞ്ഞ് ചേതനത്വം എന്തിനുണ്ടോ അതാണ് ഈ പ്രാണനിലൂടെയുള്ള പ്രയോഗം എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ജ്ഞാനം എന്ന് പറയുന്നതാണ് ആത്മഗുണമായിട്ട്, അല്ലെങ്കിൽ ആത്മാവിനോട് സംബന്ധിച്ച് നിൽക്കുന്നത് ചൈതന്യം എന്ന് പറയുന്നത്. കർമ്മമല്ല. പ്രാണൻ എന്ന് പറയുന്നത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് രജോഗുണം എന്നുള്ളതാണ് പ്രാണനെ കുറിച്ച് പറയുന്നത്. അപ്പം പ്രാണൻ്റെ അതിനെക്കുറിച്ചുള്ള ഈ ചിലതുണ്ട്. തത്തേജോ അസൃജത, ഛാന്തോഗ്യം 6:2-3. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് തത്തേജ അസൃജത,
തേജസ്സിനെ സൃഷ്ടിച്ചു. ഇത് നമ്മൾ തേജസ്സിനെ കുറിച്ചുള്ള അധികരണത്തിൽ ഇത് ചർച്ച ചെയ്താണ്. തസ്മാത് വാ ഏതസ്മാദാത്മന ആകാശ സംഭൂത. അവിടെ നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിലെ 2:1 ആകാശവും ഇതേമാതിരി ആത്മാവിൽ നിന്നുണ്ടായി എന്ന് കണ്ടു. അപ്പം തേജസ് ഉണ്ടായി ആത്മാവിൽ നിന്ന്, അതേമാതിരി ആകാശമുണ്ടായി ആത്മാവിൽ നിന്ന്, പ്രകാരമെല്ലാം നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെ ഉള്ളതുപോലെ പ്രാണൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ നിന്നുണ്ടായി എന്ന്? ഇതാണ് ചോദ്യം. അപ്പം പറയുകയാണ്, യഥാഗ്നേർജ്വലതഃ ക്ഷുദ്രാः വിസ്ഫുലിംഗാः വിച്ചരന്ത്യേവമേവ തസ്മാദാത്മനഃ സർവേ പ്രാണാः എന്ന് അവിടെ ഈ ആത്മാവിൽ എപ്രകാരമാണോ അഗ്നികുണ്ഡത്തിൽ നിന്നും ഈ തീപ്പൊരികൾ പാറി വരുന്നത്, അപ്രകാരം സർവേ പ്രാണാഹ, ഈ സർവപ്രാണന്മാരും ഉണ്ടായിരിക്കുന്നു എന്ന രീതി എന്നൊരു മന്ത്രം അവിടെ കിടപ്പുണ്ട്. ഇത് എവിടെയാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത് പറയുന്നില്ല. മുണ്ടകം 2:1-3 ഏതസ്മാത് ജായതേ പ്രാണഃ മനസ്സർവേന്ദ്രിയാണി ച. അപ്പം പ്രാണൻ ഉണ്ടായിരിക്കുന്നതും ഇതിൽ നിന്നാണ്. ഏതസ്മാത് എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്രഹ്മത്തിൽ നിന്നാണ് പ്രാണൻ ഉണ്ടായിരിക്കുന്നതെന്ന് മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സർവേന്ദ്രിയാണി ച, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, സർവ ഇന്ദ്രിയാണ്, ഇന്ദ്രിയങ്ങൾ, ഇപ്രകാരമുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാം പ്രാണനെന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പം പ്രാണനും ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള പ്രയോഗം നടത്തി കഴിഞ്ഞപ്പോൾ ഈ പ്രാണൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്? ആ മാതിരിയുള്ള ചോദ്യം വരും. അപ്പോൾ അതവിടെ കിടക്കട്ടെ, നമുക്ക് നോക്കാം. ഇവനിൽ നിന്ന് പ്രാണൻ, മനസ്സ്, എല്ലാ ഇന്ദ്രിയങ്ങളും ഉണ്ടാകുന്നു എന്നിങ്ങനെ അന്യോന്യ വിരോധം കാണപ്പെടുന്നതിനാൽ എന്ന്. അവിടെ എന്തോ ഒരു വിരോധമുള്ളത് പോലെയുള്ള ഒരു പ്രയോഗമാണല്ലോ എന്ന്. എന്താണെന്ന്, ശരി എന്താണെന്ന് നമുക്കൊന്ന് നിരൂപണം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് അത് പറഞ്ഞിരിക്കുകയാണ്, തഥാ പ്രാണാഹ, അപ്രകാരം പ്രാണന്മാരും എന്ന്. അപ്പോൾ അതിന് ഏതസ്മാദാത്മനഃ സർവേ പ്രാണാഹ സർവേ ലോകാഹ സർവേ വേദാഹ സർവാണി ഭൂതാനി വിച്ചരന്തി. ബൃഹദാരണ്യം 2:1-20 പറഞ്ഞിരിക്കുകയാണ്, ഈ ആത്മാവിൽ നിന്ന് സർവേ പ്രാണാഹ, എല്ലാ പ്രാണങ്ങളും, സർവേ ലോകാഹ, എല്ലാ ലോകങ്ങളും, എല്ലാ ദേവന്മാരും, എല്ലാ ഭൂതങ്ങളും ഉണ്ടാകുന്നു എന്ന്. അതേപോലെ തന്നെ ഏതസ്മാത് ജായതേ പ്രാണഃ മനസ്സർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപഹ പൃഥിവീ വിശ്വസ്യ ധാരിണി എന്ന് മുണ്ടകം 2:1-3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് വേദത്തിൽ പ്രാണൻ ഉണ്ടാകുന്നത് ബ്രഹ്മത്തിൽ നിന്ന് ആണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രാണശബ്ദം പ്രയോഗിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ 2 മന്ത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. ഗൗണ്യ സംഭവാത്, പ്രാണോത്പത്തി ശ്രുതി ആണോ മുഖ്യമായിട്ടുള്ളതാണോ? അപ്പം പ്രാണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് ആദ്യം തന്നെ നോക്കാം നമുക്ക്. ഈ പ്രാണഃ ജായത്തെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമായിട്ട് ആകാശ ഈ ഇതുണ്ടല്ലോ, അത് ബ്രഹ്മണഃ ഏതസ്മാത് ആത്മനഃ ആകാശസംഭൂതഃ എന്ന് പറഞ്ഞതുപോലെ അത് മുഖ്യമായിട്ടാണെന്നുള്ളത് സ്ഥാപിച്ചു. അതുപോലെ പ്രാണഃ ജായത എന്നുള്ളത് മുഖ്യമല്ല, ഗൗണമാണെന്നങ്ങ് പറഞ്ഞാലോ എന്ന്. അപ്പോൾ അവിടെയാണ് സൂത്രം പറയുന്നത് ഗൗണ്യസംഭവാത് എന്ന്. ഗൗണി എന്ന് പറയുന്നത് ഗൗണി അസംഭവാത്, ഗൗണിയായിട്ട് അർത്ഥം കണ്ടെത്തുന്നത്. ഗൗണി എന്ന് പറഞ്ഞാൽ മുഖ്യമല്ലാത്ത അർത്ഥം, അതായത് ചുമ്മാ പറഞ്ഞതാണ് എന്ന രീതിയിൽ എടുക്കരുത്, മുഖ്യാർത്ഥത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്ന്. അത് എവിടെയാണ്? ഉത്പത്തിക്ക് മുമ്പേ ഉണ്ടെന്ന ശ്രുതി ഉള്ളതിനാൽ. അപ്പൊ ഇവിടെ എവിടെയാണ് ഈ ഉത്പത്തിക്ക് മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? അസദ്വായുധമഗ്ര ആസീത്ത് എന്ന് പറയുമ്പം പ്രപഞ്ചോത്പത്തിക്ക് മുമ്പേ ഇന്ദ്രിയങ്ങളുണ്ട് എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് സാരം. ഇനി ഇത് ഗൗണമാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് പറഞ്ഞിരിക്കുകയാണ് ഗൗണം. ഇത് പ്രാണോത്പത്തി ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് മുഖ്യമല്ല, ഗൗണമാണെന്ന് പറഞ്ഞാൽ പ്രതിജ്ഞാഹാനി ഉണ്ടാവും എന്ന്.
എല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളതാണ് പ്രതിജ്ഞ. പുരുഷ ഏവേദകം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം, ഇപ്രകാരമാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. അവൻ്റെ സർവകർമ്മം, തപസ്, അതിൻ്റെ ഫലമായ ബ്രഹ്മജ്ഞാനം എന്നിവ സർവ്വതും അതിൽ നിന്നുണ്ടാകുന്നു. ഇത്തരത്തിൽ സർവ്വതും ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രതിജ്ഞയുണ്ട്. അപ്പോൾ അതിന് വിരോധം വരും. പ്രാണന് അമുഖ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അപ്രാണോ ഹ്യമനാശുഭ്ര ഹ്യക്ഷരാത് പരതഃ പര, മുണ്ടകം 2:1-2 പറഞ്ഞിരിക്കുന്നു. ഇത് പ്രാണനല്ല, മനസ്സല്ല. അപ്രാണഹ ഹ്യമനഃ, അപ്പം ആത്മാവ് പ്രാണനല്ല എന്നും മനസ്സല്ല എന്നും, ശുഭ്രഹ ഹി അക്ഷരാത് പരതഃ പരഃ, അക്ഷരത്തിനും പരമായിട്ടുള്ളതാണ് എന്ന രീതിയിൽ പ്രാണനിൽ നിന്ന് വേർതിരിച്ചും ഈ ആത്മാവിനെ കാണിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇപ്രകാരം വന്നു കഴിഞ്ഞപ്പോൾ തത് പ്രാക്ശ്രുതേശ്ച, ഇതിനു മുമ്പേയുള്ള ആകാശാദികളിലും കാണപ്പെടുന്ന ജായത്തെ എന്ന വചനം പോലെ പ്രാണങ്ങളിലും കാണപ്പെടുന്നതിനാൽ ആകാശാദികളുടെ ഉത്പത്തി ശ്രുതി ഗൗണിയല്ലെന്നതുപോലെ പ്രാണോത്പത്തി ശ്രുതിയും ഗൗണിയല്ല. മുഖ്യമായിട്ട് തന്നെ എടുക്കണം. ജന്മാദ്യസ്യതഃ എന്നാണല്ലോ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അസ്യ, അവിടെ നമ്മൾ അസ്യ ജഗതഃ എന്ന് പറയുമ്പോൾ അതിനകത്ത് സർവ്വതും ഉണ്ട്. അല്ലാതെ ഇതിനകത്തു നിന്ന് പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയൊന്നും ഇത് പെടത്തില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓർഡറൊക്കെ ഇട്ടൊന്ന് ക്രമപ്പെടുത്തി എടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാഖ്യത്തെ വേദാന്തം സ്വീകരിക്കുന്നില്ല, അതിനെ നിഷേധിച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെ നിഷേധിച്ച് കഴിയുമ്പോൾ ആ സാഖ്യത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതീതമായിട്ട് ബ്രഹ്മ അദ്വൈതമാണ് എന്നും പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോരുത്തർ വ്യാഖ്യാനിച്ചുകൊണ്ട് വരും. പക്ഷേ സാഖ്യത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങ് വിട്ടിരിക്കുകയാണ് എന്ന് സാരം. പിന്നെ ഈ പഞ്ചഭൂതങ്ങളും എണ്ണമൊക്കെ പറഞ്ഞിരിക്കുന്നത് വേദാന്തത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ സാഖ്യം എടുത്തിട്ട് എണ്ണി ക്രമപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ഇത് സാഖ്യം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമായിട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് നിരീശ്വരവാദവുമായി അസിദ്ധാന്തവുമായി എന്നുള്ളതാണ്. അപ്പോൾ സാഖ്യത്തിൽ ഈശ്വരനെ സ്വീകരിക്കുന്നില്ലല്ലോ, എങ്കിലും വൈദികമാണ്, കാരണം വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സാരം. അപ്പോൾ ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണന് ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്നത് മുഖ്യം തന്നെയാണ്, ഗൗണമല്ല. അപ്പോൾ ഇപ്രകാരം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തത്പൂർവകത്വാദ്വാചഃ തത് പ്രാക്ശ്രുതേശ്ച, അതന്നെയാണ് പറഞ്ഞത്. അത് പ്രാക്ശ്രുതേശ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പുള്ള ശ്രുതിയിലും ഉള്ളതുപോലെ തന്നെ എന്ന്, അതായത് ആകാശാദികളുടെ ഉത്പത്തി ശ്രുതി ഗൗണിയല്ലാത്തതുപോലെ, അതാണ് തത് പ്രാക്ശ്രുതേശ്ച എന്ന് പറയുന്നത്. അപ്പം തത്പൂർവകത്വാദ്വാചഃ, വാക്കിനും തത്പൂർവകത്വാത്, വാക്കിനും അതിൻ്റെ മുമ്പേയുള്ള തേജസ്സിൽ നിന്ന് ഉദ്ഭവം പറഞ്ഞിരിക്കയാൽ എന്ന്. അപ്പം വാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന വാഗീന്ദ്രിയം വന്നു. അപ്പം വാചഃ, വാക്കിന് തത്പൂർവകത്വാത്, അതിനു മുമ്പേയുള്ള തേജസ്സിൽ നിന്ന് ഉദ്ഭവം പറഞ്ഞിരിക്കയാൽ ബ്രഹ്മകാര്യത്വം സിദ്ധിക്കുന്നു. അത് തേജസ്സിനെ സൃഷ്ടിച്ചു എന്ന ഈ പ്രകരണത്തിൽ തേജസ്, ജലം, അന്നം എന്ന മൂന്നിൻ്റെ മാത്രമല്ലാതെ പ്രാണോത്പത്തിയെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വാദവും കൊണ്ടുവരികയാണ്. തത്തേജോ അസൃജത, ഇങ്ങനെ ഈ തരത്തിൽ അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ജലത്തെ ആപഹ സൃജത, അന്നമസൃജത. അപ്പോൾ അതിനാണ് ഈ 3 ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അഗ്നിയും ജലവും പൃഥിവിയുമാകുന്ന 3 ഭൂതങ്ങൾ. തൈത്തിരീയ ഉപനിഷത്തിനുള്ളതാണ്, അല്ല തൈത്തിരീയ സോറി ചാന്തോഗ്യത്തിനുള്ളതാണ്. ചാന്തോഗ്യം 6:5 ആ ഭാഗത്താണുള്ളത്. അപ്പോൾ അവിടെ 6:5 6 അധ്യായത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ സപ്രാണമസൃജത, പ്രാണാശ്രദ്ധ, പ്രാണനെ സൃഷ്ടിച്ച് പ്രാണന് ശ്രദ്ധയുണ്ടായി. ഇപ്രകാരമുള്ള വാക്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്, സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അവിടെ അത് തേജസ്സിനെ സൃഷ്ടിച്ചു എന്ന ഈ പ്രകരണത്തിൽ തേജസ്, ജലം, അന്നം, ഭൂമി എന്നിങ്ങനെ 3ൻ്റെ മാത്രമല്ലാതെ പ്രാണോത്പത്തിയെ പറഞ്ഞിട്ടില്ലെങ്കിലും ബ്രഹ്മപ്രകൃതമായ തേജസ് മുതലായതിനോടുകൂടി പറഞ്ഞിരിക്കയാൽ സാമാന്യേന എല്ലാ പ്രാണങ്ങൾക്കും ബ്രഹ്മകാര്യത്വം സിദ്ധിക്കും, ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായതായിട്ട് എടുക്കണം എന്ന്. ഇതാണ് 3-ാം അധികരണം. 1-ാം അധികരണം സമാപ്തം. സപ്തഗത്യധികരണം 2-ാം അധികരണത്തിൽ പറയാണ് സപ്തഗതേർ വിശേഷിതത്വാച്ച. സപ്ത,
ഇപ്പം പ്രാണങ്ങൾ, എത്ര പ്രാണങ്ങളുണ്ടെന്ന്, സപ്ത പ്രാണങ്ങൾ 7 ആകുന്നു. സപ്തഗതേഹേ, എന്തുകൊണ്ടെന്നാൽ ഗതേഹേ ആ വിധം, അപ്പം സപ്തഗതി 7 വിധത്തിൽ ഗതിയുണ്ട് എന്ന്. സപ്തഗതേഹേ വിശേഷിതത്വാച്ച, 7 വിധത്തിൽ ഗതിയുണ്ടെന്ന് വിശേഷിച്ചിരിക്കുന്നതിനാൽ 7 വിധത്തിലാണ് പ്രാണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രാണങ്ങളുടെ ഉത്പത്തിയെ സംബന്ധിച്ച് ശ്രുതികളിൽ കാണപ്പെടുന്ന വിരോധം പരിഹരിക്കപ്പെട്ടു. പ്രാണങ്ങൾ ഉണ്ടായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്, അത് മുഖ്യമാണ് എന്ന് ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഗൗണമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ പ്രാണങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് ഈ 7 പ്രാണന്മാരെന്ന് പറയുന്നത്? അതാണ് മുണ്ടകോപനിഷത്തിലെ 2:1-8. സപ്ത പ്രാണാഹ പ്രഭവന്തി തസ്മാ, അതിൽ നിന്ന് 7 പ്രാണങ്ങൾ ഉണ്ടായി എന്ന് മുണ്ടകം 2:1-8 കാണാം. അപ്പം ഇതിനകത്ത് പ്രാണാഹ ഗുഹാശയാഹ നിഹിതാ സപ്ത, ഈ ഗുഹകളിൽ പ്രാണന്മാർ 7 ആയിട്ട്. അപ്പോൾ 7 ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 49 അർത്ഥമില്ല. പകരം ഓരോ ജീവികൾക്കും ഓരോ തരത്തിലെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ശിരസിൽ 7 അധോ ഭാഗങ്ങളിൽ 2. ഇപ്രകാരമാണ് ഈ അപ്പോൾ ശിരസിൽ 7 അവിടെ പറഞ്ഞിരിക്കുന്നത്. ശിരസിൽ 7 എന്ന് പറയുമ്പോൾ നമ്മുടെ 2 കണ്ണുകളും 2 ചെവികളും 2 മൂക്കും കൂടെ ആയി കഴിഞ്ഞപ്പോൾ 6 വായും കൂടെ ചേർത്ത് കഴിയുമ്പോൾ 7. സപ്തപ്രാണാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടെയുള്ള ഒരു ആ തരത്തിലാണ് അവിടെ അപ്രകാരം പറഞ്ഞിരിക്കുന്നത് സാരം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും 2 കൂടെ ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മൾ അപ്പം നവദ്വാരങ്ങളെന്ന് പറയുന്നതിലേക്ക് വരും. മറ്റേതാണെങ്കിൽ സപ്തദ്വാരാഹ, സപ്ത പ്രാണാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൻ്റെ കൂട്ടത്തിൽ 2 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നവദ്വാരാഹ എന്നുള്ളതിലേക്ക് വരും. അപ്പം നവദ്വാരങ്ങളെ അപ്പം അങ്ങനെ വരുമ്പോൾ 9 എന്ന് വിവരിക്കുന്നു. അത് തൈത്തിരീയ സംഹിതയിൽ 5:1-7:1 അപ്രകാരം കിടക്കുന്നത്. അപ്പം ചിലയിടത്താണെങ്കിൽ പ്രാണങ്ങൾ 10 എന്ന് കാണുന്നു. അപ്പം പ്രാണങ്ങൾ 10 എന്നുള്ളിടത്ത് ആണെന്നുണ്ടെങ്കിൽ പുരുഷനിൽ 9 നാഭി പുരുഷനേവ 9ാമത്തേത്. അപ്പം നമ്മളിവിടെ എവിടം വരെ കണ്ടു? 9 കണ്ടു. അപ്പം 10ാമത്തേതാണെങ്കിൽ നാഭി എന്ന് കാണും. അപ്പം നാഭിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ 10, മനസ്സും കൂടെ ചേർത്താൽ 11. മറ്റേ ഉണ്ടല്ലോ മനസ്സും കൂടെ ചേർത്തിട്ട് 11. അപ്പം ഇങ്ങനെ ഇതെല്ലാം പ്രാണനെക്കുറിച്ച് പറയുന്നിടത്ത് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് സാരം. നമ്മളിവിടെ തന്നെ ഈ പഞ്ചപ്രാണന്മാർ പറയുന്നത് അതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു. പുരുഷനിൽ 9, നാഭി 10ാമത്തേത്, മനസ്സ് 11ാമത്തേത്. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ത്വഗിന്ദ്രിയം മുഖ്യം എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളും എന്ന് പറയുന്നതിനകത്ത് രാജാവാരാണെന്ന ത്വഗിന്ദ്രിയ. കാരണം ഓരോ ഇന്ദ്രിയങ്ങളുടെയും കുറച്ച് ഭാഗമുണ്ടല്ലോ. പക്ഷേ ത്വഗീന്ദ്രിയത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ശരീരം സമ്പൂർണ്ണമായിട്ടും വ്യാപിച്ചിരിക്കുകയാണ്. ഈ ത്വഗീന്ദ്രിയം വ്യാപിച്ചു കിടക്കുന്ന ത്വഗീന്ദ്രിയം കണ്ണിൻ്റെ സ്ഥാനത്തെത്തി കഴിഞ്ഞപ്പോൾ അത് ചക്ഷുരീന്ദ്രിയമായിട്ടും ചെവിയുടെ സ്ഥാനത്തെത്തി കഴിയുമ്പോൾ ആ ത്വക്ക് തന്നെ അവിടെ ശ്രോത്രേന്ദ്രിയമായിട്ടും എന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ത്വക്കാണ് നമുക്ക് കാണുന്നത് എന്ന് സാരം. ത്വക്കിന് സമാനമായിട്ടുള്ള സ്ഥാനം. അപ്പം ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടായാൽ അവിടെ മുണ്ടകോപനിഷത്ത് പറഞ്ഞിരിക്കുകയാണ് സപ്തപ്രാണാഹ പ്രഭവന്തി തസ്മാത്. അതിനകത്ത് സംശയിക്കൊന്നും വേണ്ട, 7 പ്രാണന്മാർ എന്നുള്ളത്. സപ്തവൈ ശീർഷ്ണ്യാഹ പ്രാണാഹ, ഈ ശിരസിലുള്ള 7 തന്നെയാകുന്നു പ്രാണങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം അപ്പം നമുക്കിവിടെ ഈ സപ്തദ്വാരങ്ങളെയാണ് സപ്തപ്രാണന്മാർ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ചക്ഷുരീന്ദ്രിയം 2 എന്ന് പറയുമ്പം ചക്ഷുരീന്ദ്രിയങ്ങൾ എന്നുള്ള ഒറ്റപ്രയത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിനെ 2 എടുത്തു, ചെവികളെ 2 എടുത്തു, മൂക്കിന് 2 ദ്വാരങ്ങളെ എടുത്തു, 6, പിന്നെ വായും കൂടെ ചേർത്ത് 7. ഇപ്രകാരമാണ് എടുത്തിരിക്കുന്നത്. അത് ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ഹസ്താദയസ്തു സ്ഥിതേ അധഃ നൈവം. ഹസ്താദയ കൈകൾ മുതലായവ ഇന്ദ്രിയങ്ങളും ശ്രുതിയിൽ പറയപ്പെടുന്നുണ്ടല്ലോ. സ്ഥിതേഹേ 7 മീതെ
എണ്ണം ഇരിക്കുമ്പോൾ അപ്പം നമുക്ക് ഈ കയ്യും കാലും ഒക്കെ അത് കൂട്ടണ്ടേ എന്നുള്ളത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലോ എന്ന് അങ്ങനെ വന്നാൽ 7 മീതെ എണ്ണം ഇരിക്കുമ്പോൾ അതഹ അല്പസംഖ്യ പറഞ്ഞതിൽ നിന്ന് ഏവം ഇന്ദ്രിയങ്ങൾ 7 ഇപ്രകാരം പറയുന്നത് ചേരുകയില്ല എന്ന്. അതായത് ഈ കൈകൾ തുടങ്ങിയിട്ടുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഹസ്താദയസ്തു കൈകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതഃ അതഹ നൈവം മുമ്പ് പറഞ്ഞ ആശങ്കയ്ക്ക് അവകാശമില്ല. അപ്പം കൈകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണം കൂടുമല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം ഇവിടെ സപ്തപ്രാണാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ത എന്ന് പറഞ്ഞാൽ അതെടുത്താൽ മതി എന്നാണ് ഇവിടുത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹസ്തോ വൈഗ്രഹ സ കർമാണി അതിഗ്രഹേണ ഗൃഹീത ഹസ്താഭ്യാം ഹി കർമ്മ കരോതി. കൈ എന്ന ഇന്ദ്രിയം ഗ്രഹം എന്ന് പറയപ്പെടുന്നു. കൈയിനെ ഗ്രഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിവിടെ ഇത് ഒരു പ്രത്യേക രീതിയിൽ നോക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല രീതിയിൽ നോക്കുന്നുണ്ട്. അതിലൊരു രീതിയിലാണ് ഈ പ്രാണന്മാരെ ഇവിടെ നോക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ മറ്റൊരു പഞ്ചപ്രാണന്മാരെന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രാണാപാൻ ഉദാൻ സമാനൻ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിൽ മാറ്റം വരുത്തുന്നില്ല, അത് മാറ്റം വരുത്താനും പാടില്ല. ഇവിടെ വേറൊരു ദൃഷ്ടിയിൽ കൂടെ നോക്കിയിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. പ്രാണങ്ങളെന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിലുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നത്. ഇവിടെ നിർത്താം നമുക്ക്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശരി ശരി, ആയിക്കോട്ടെ. ആണല്ലേ? അത് ശരി. 22 അല്ല, 22 അല്ലല്ലോ, മാർച്ച്. സംശയമൊന്നും ഇല്ലല്ലോ.